നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഗസ വെടിനിർത്തൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ. ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. ലിസ്റ്റ് കിട്ടാതെ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിഷ്ണു എസ് വിജയൻ ചെയ്യുന്നു. വിഷ്ണു, ഖത്തർ, അമേരിക്ക, ഇസ്രായേൽ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ കരാർ ഏകദേശം അത് നിലവിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ക്യാബിനറ്റ് അടക്കം ഇതിൽ അംഗീകാരം നൽകിയിരിക്കെ ഇപ്പോൾ അവസാന മണിക്കൂറിൽ ഒരു അനിശ്ചിതത്വം വരുന്നു. സാങ്കേതികത്വം മാത്രമാണോ ഇത്തരത്തിൽ ബന്ദികളുടെ പേരുകൾ കൈമാറണമെന്ന വിവരത്തിൽ ഹമാസ് പിന്നോട്ട് പോയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങളുമുണ്ടോ? ഇതിൽ തുടർ നടപടികൾ ഇനി എന്തൊക്കെയായിരിക്കും? അനിശ്ചിതത്വം അത് തുടരുമോ? സുഹൈൽ, തീർച്ചയായിട്ടും ഏറെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയ വിവരം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ബന്ദികളെ വിട്ടു നൽകുന്ന വിഷയത്തിൽ ഹമാസ് പിന്നോട്ട് പോയെന്നും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്നും ആരൊക്കെയാണ് ഏതൊക്കെ ബന്ദികളെയാണ് പുറത്ത് വിടുന്നത് എന്ന കാര്യത്തിൽ ഹമാസ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കരാറിൽ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒപ്പുവയ്ക്കുന്നില്ല എന്നും ഞങ്ങൾ വെടിനിർത്തൽ കരാറിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 15 മാസമായി നീണ്ടു നിന്നിരുന്ന യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ നീക്കമായിരുന്നു ഈ ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളത്. 33 ബന്ദികളെയായിരുന്നു വിട്ടയക്കാം എന്ന് ഹമാസ് പറഞ്ഞിരുന്നത്. പകരം 95 പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും എന്നായിരുന്നു ആദ്യഘട്ട കരാർ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കരാറിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും കരാറിൻ്റെ ലംഘനം ഞങ്ങൾ വെച്ചുപൊറിപ്പിക്കില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഇനി വരും നടപടികൾ ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വിഷ്ണു, ഈ കരാറിലെ എല്ലാ പ്രൊവിഷനുകളും നേരത്തെ തന്നെ അറിയിച്ചതാണ്. അമേരിക്കയും ഖത്തറും അടക്കം ഇടപെട്ട് ഈ ധാരണാപത്രത്തിൽ പ്രധാനപ്പെട്ട പ്രൊവിഷനായി പറഞ്ഞതും ബന്ദി കൈമാറ്റമാണ്. അത് പലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്കും ഇസ്രായേലിൽ നിന്ന് പലസ്തീനിലേക്കുമുള്ള ബന്ദി കൈമാറ്റം. ഈ ഒരു പേര് പറഞ്ഞല്ലെങ്കിൽ ബന്ദി കൈമാറ്റത്തിൽ പേരുകൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ അനിശ്ചിതത്വം തുടരുമ്പോൾ നിലവിൽ തന്നെ നേരത്തെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിന് അനുമതി നൽകിയിരുന്നു. അപ്പോൾ തന്നെ ഈ പല മേഖലകളിൽ നിന്നും, ഈ പലസ്തീന്റെയും ഗസയുടെയും പല മേഖലകളിൽ നിന്നും സൈന്യത്തെ അടക്കം ചെറിയ രീതിയിൽ പിൻവലിച്ചിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ സൈനികമായ ബെൽറ്റ് ശക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. തുടർച്ചയായ വെടിവെച്ചുകൾ ഇനിയും കേൾക്കേണ്ടി വരുമോ? അതെ, ഉറപ്പായും. അതായത് നമുക്കൊരു കാര്യം വ്യക്തമാക്കാനുള്ളത്, ഈ കരാറുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഗസയിൽ ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. വ്യോമാക്രമണവും കരയാക്രമണവും ശക്തമായി നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കരാറുമായി കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ വെടിനിർത്തൽ ഉണ്ടാകും, സൈന്യത്തെ പിൻവലിക്കും എന്നുള്ള ഒരു ധാരണ, ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് ഇസ്രായേൽ എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഈ വെടിനിർത്തൽ കരാറിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. സർക്കാരിന് പിന്തുണ പിൻവലിക്കും എന്നതടക്കമുള്ള വിഷയങ്ങളിൽ അവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. സർക്കാരുമായിട്ടുള്ള പ്രശ്നം, ഈ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഭയം കാരണമാകാം ചിലപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്ന് വേണം നമുക്ക് ആദ്യമായി മനസ്സിലാക്കാൻ. തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ ഇതിനെതിരായിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയമാണോ അതോ കരാർ വ്യവസ്ഥകൾ ഹമാസ് ലംഘിച്ചോ? എന്തായാലും തുടർ ചർച്ചകൾ ആവശ്യമുണ്ട്. എന്തായാലും മധ്യേഷ്യയിൽ നിന്ന് ഒട്ടും ആശ്വാസകരമായ വാർത്തയല്ല രാത്രി വൈകി വരുന്നത്. വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു ഗൾഫ് വാർത്തകളേക്കാണ്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സ്വന്തം സ്പോൺസർഷിപ്പിൽ സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ അവസരമൊരുക്കി UAE. ICP നിർദ്ദേശിക്കുന്ന 1-2 വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കാണ് അവസരം ഉപയോഗിക്കാനാവുക. 1 മാസം മുതൽ 3 മാസം വരെ കാലയളവിലേക്ക് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശക വിസയിൽ സ്പോൺസർ ചെയ്യാനുള്ള അവസരമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്ലിക്കേഷൻ എന്നിവയിലൂടെയാണ് ഇതിന് അപേക്ഷിക്കാനാവുക. ICP നിർദ്ദേശിക്കുന്ന 1-2 വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കാണ് അവസരം ഉപയോഗിക്കാനാവുക. ബിരുദം, അടിസ്ഥാന യോഗ്യത ആവശ്യമുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്നവരെയാണ് 1-2 വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം UAE സ്വദേശികൾക്കും ഇത്തരത്തിൽ ആളുകളെ സന്ദർശക വിസയിൽ കൊണ്ടുവരാനാകും. വിസ ലഭിച്ചാൽ 60 ദിവസത്തിനകം രാജ്യത്ത് പ്രവേശിച്ചാൽ മതിയാകും. തുല്യ കാലയളവിലേക്ക് പുതുക്കുകയും ചെയ്യാം. എന്നാൽ വിസ കാലാവധിക്ക് ശേഷം രാജ്യം വിടാത്തവർക്കെതിരെ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അപേക്ഷകന് 6 മാസ കാലാവധിയുള്ള പാസ്പോർട്ട്, മടക്കയാത്ര ടിക്കറ്റ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. വ്യത്യസ്ത സമയങ്ങളിൽ സാലിക് ടോൾ നിരക്കിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഈ മാസം അവസാനം മുതൽ നിലവിൽ വരും. ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ യാത്ര സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം.
ഗതാഗത കുരുക്കിൽ നിന്ന് വാഹനയാത്രക്കാർക്ക് സുഗമമായ യാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യത്യസ്ത സമയങ്ങളിൽ സാലിക് നിരക്കുകളിൽ മാറ്റം അധികൃതർ പ്രഖ്യാപിച്ചത്. ഈ മാസം 31 മുതൽ തീരുമാനം നടപ്പാക്കി തുടങ്ങുമെന്ന് സാലിക് കമ്പനി അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം രാത്രി 1 മണി മുതൽ രാവിലെ 6 വരെ നിരക്ക് ഈടാക്കില്ല. തിങ്കൾ മുതൽ ശനി വരെ തിരക്കുള്ള സമയങ്ങളിൽ, അതായത് രാവിലെ 6 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയും 6 ദിർഹമായിരിക്കും ഈടാക്കുക. ഈ ദിവസങ്ങളിൽ 10 മണി മുതൽ 4 മണി വരെയും രാത്രി 8 മുതൽ 1 മണി വരെയും 4 ദിർഹമായിരിക്കും നിരക്ക്. ഞായറാഴ്ചകളിൽ 4 ദിർഹമായിരിക്കും ഈടാക്കുക എന്നും അധികൃതർ അറിയിച്ചു. അതേസമയം റമദാൻ മാസത്തിൽ നിരക്കുകളിൽ മാറ്റമുണ്ടായിരിക്കും. 24 ദുബായ്. കുട്ടികൾക്കായി പുതിയ TV ചാനൽ പ്രവർത്തനം ആരംഭിച്ചു. എത്തിസലാത്തിന്റെ ചാനൽ വിതരണ ശൃംഖലയായ ഈ വിഷനാണ് ബ്ലൂം എന്ന പേരിൽ പുതിയ ചാനൽ തുടങ്ങിയത്. 2 മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന തരത്തിലാണ് ചാനലിൽ പരിപാടികൾ ഉണ്ടാവുക. കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ച ലക്ഷ്യമിട്ടാണ് ഈ ആൻഡ് പുതിയ ചാനലിന് തുടക്കമിട്ടിരിക്കുന്നത്. ദുബായ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചാനലിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ബ്ലൂം എന്ന പേരിൽ ഈ വിഷനിൽ ചാനൽ ലഭ്യമാകും. കുട്ടികൾക്ക് അറിവും വിനോദവും സമ്മാനിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ചാനൽ സംപ്രേഷണം ചെയ്യുക. അതോടൊപ്പം ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും അനുയോജ്യമായ അവരുടെ സമഗ്ര വളർച്ച ലക്ഷ്യമിട്ടുള്ള പരിപാടികളും ചാനലിന്റെ പ്രത്യേകതയായിരിക്കും. നിലവിൽ ഇംഗ്ലീഷ്, അറബിക് ഭാഷകളിലാണ് പരിപാടികൾ ഉണ്ടാവുക. ഉടൻ മറ്റ് ഭാഷകളിലും മറ്റ് മേഖലകളിലും ചാനൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് പദ്ധതിയെന്ന് ഈ വിഷൻ CEO ഒലിവർ ബ്രോംലി പറഞ്ഞു. ഈ വിഷൻ കണ്ടന്റ് ഹെഡ് സുനിൽ കെ ജോയ്, കിഡ്സ് ഡയറക്ടർ ഫാത്തിമ ബിൻ സാലിം തുടങ്ങിയവരും ലോഞ്ചിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ സ്ഥാപക അംഗവും കുവൈറ്റിലെ മുൻകാല സാമൂഹ്യ പ്രവർത്തനവുമായ ഹസൻ കോഴയ്ക്ക് കുവൈറ്റ് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ സ്വീകരണം നൽകി. അബ്ബാസിയ സംസം ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരികളായ TK അബ്ദുൽ നജീബ്, പ്രമോദ് RB, ട്രഷറർ അനീഫ് C എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി സന്തോഷ് OM സ്വാഗതവും നിർവാഹക സമിതി അംഗം മുസ്തഫ മൈത്രി നന്ദിയും പറഞ്ഞു. തിരുവനന്തപുരം നോൺ റെസിഡന്റ് അസോസിയേഷൻ ഓഫ് കുവൈത്ത് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വിമൻസ് ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചു. കേരള ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രിയാരാജ് അധ്യക്ഷത വഹിച്ചു. PG ബിനു, സിനിമാ പിന്നണി ഗായിക S സിന്ധു ദേവി, രമേശ്, മാർട്ടിൻ മാത്യു, സാമൂഹിക പ്രവർത്തകൻ മനോജ് മാവേലിക്കര എന്നിവർ സംസാരിച്ചു. കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെന്ററിലെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റും ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ സുശോഭന സുജിത് നായർ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരുന്ന കളിയരങ്ങ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മന്ത്രി KB ഗണേഷ് കുമാർ വിതരണം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക ഗവൺമെന്റ് ചീഫ് വിപ്പുമായ സലീം അഹമ്മദിന് ജിദ്ദയിൽ സ്വീകരണം നൽകി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക പ്രവാസി സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മക്ക സെൻട്രൽ കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത്. പരിപാടി IOC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ജാവേദ് മിയാന്താദ് ഉദ്ഘാടനം ചെയ്തു. മക്ക സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി ചുനക്കർ അധ്യക്ഷത വഹിച്ചു. ഷാനിയാസ് കുന്നിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. നൌഷാദ് തൊടുപുഴ സ്വാഗതവും ഇബ്രാഹിം കണ്ണങ്കാർ നന്ദിയും പറഞ്ഞു. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഈ മാസം 20-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലെ US ക്യാപിറ്റലിലാണ് ചടങ്ങുകൾ. അതിശൈത്യം പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ റോട്ടൻസ ഹാളിലാകും സത്യപ്രതിജ്ഞ. അമേരിക്കയിൽ അടുത്തയാഴ്ച അതിശൈത്യമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് പ്രസിഡന്റായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ US ക്യാപിറ്റോളിലെ റോട്ടൻഡ ഹാളിലായിരിക്കും നടക്കുക. US ക്യാപിറ്റോളിലെ മകുടത്തിന് താഴെയുള്ള ഹാളാണ് റോട്ടൻഡ. പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റായി JD വാൻസും സത്യപ്രതിജ്ഞ ചെയ്യും. ഈ മാസം 20-ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ചടങ്ങുകൾ ആരംഭിക്കുക. -11°C വരെ താപനില താഴുമെന്നതിനാലാണ് ചടങ്ങ് അകത്ത് നടത്തുന്നത്. സാധാരണ ക്യാപിറ്റോളിന് പുറത്താണ് ചടങ്ങ് നടക്കാറുള്ളത്. 1985-ൽ റൊണാൾഡ് റീഗനാണ് അവസാനമായി ഹാളിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെനറ്റ് ചേംബറിനടുത്തുള്ള പ്രസിഡന്റിന്റെ മുറിയിലെത്തി ട്രംപ് രേഖകളിൽ ഒപ്പുവയ്ക്കും. തുടർന്ന് സംഗീതാവതരണവും ഉദ്ഘാടന പരേഡും ഔദ്യോഗിക സൽക്കാരവും ഉണ്ടാകും. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, ശതകോടീശ്വരന്മാരായ ഇലോൺ മസ്ക്, മാർക്ക് സക്കർബർഗ്, ജെഫ് ബെസോസ്, ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങുകൾ വൈറ്റ് ഹൌസ് ലൈവ് സ്ട്രീം ചെയ്യും. റിസർച്ച് ഡെസ്ക് 24. ജിദ്ദയിൽ തിരുവനന്തപുരം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. സുനിൽ കല്ലമ്പലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി TPA ചെയർമാൻ നാസ്മുദ്ദീൻ മണനാക്ക് ഉദ്ഘാടനം ചെയ്തു. നാദിർ നാസ് ക്രിസ്മസ് സന്ദേശം നൽകി. പ്രമുഖ കലാകാരന്മാർ പങ്കെടുത്ത സംഗീത വിരുന്നും കലാപരിപാടികളും നടന്നു. അൻഷാദ് സ്വാഗതവും പ്രസാദ് നന്ദിയും പറഞ്ഞു. വ്യായാമ കൂട്ടായ്മ മെക്സവനെതിരെ പരോക്ഷ വിമർശനവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ.
മതത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടികൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നാണ് ആഹ്വാനം. മലബാറിൽ വലിയ പ്രചാരണം നേടിയ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ എന്ന മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വീണ്ടും വിമർശനമുയർത്തുകയാണ് സമസ്ത AP വിഭാഗം. മതത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള വ്യായാമ പരിപാടികളാണ് നടക്കുന്നതെന്നും വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അന്യപുരുഷന്മാർക്കിടയിൽ സ്ത്രീകൾ ഇടകലർന്ന് അഭ്യാസം നടത്തുന്നത് അനുവദനീയമല്ലെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചാരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് ജനങ്ങളെ ക്ഷണിക്കുന്നതും അംഗീകരിക്കാനാകില്ല. സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും സംസ്ഥ AP വിഭാഗം മുഷാവറ നിർദ്ദേശിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മതനിയമങ്ങൾക്ക് വിധേയമായി വ്യായാമം ആകാമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. മെക്സവിന് പിന്നിൽ SDPI ആണെന്ന് CPIM ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് തിരുത്തുകയായിരുന്നു. 24 കോഴിക്കോട്. സഞ്ജു വി സാംസണെതിരെ തുറന്നടിച്ച് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ്. വിജയ് ഹസാര ട്രോഫി കേരള ടീമിൽ പരിശീലനത്തിന് സഞ്ജു എത്തിയില്ല, ഞാൻ ഉണ്ടാകില്ല എന്ന മെസ്സേജ് മാത്രമാണ് അയച്ചത്. പലതവണ സഞ്ജുവിന്റെ ഭാവി ഓർത്ത് ക്ഷമിച്ചുവെന്നും ജയേഷ് ജോർജ്. സഞ്ജു പരിശീലനത്തിന് എത്താറില്ല, സഞ്ജുവിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. വിജയ് ഹസാരയിൽ എത്തിയില്ല, സഞ്ജു സഹായിക്കുന്നില്ല. വിജയ് ഹസാരെ ടീമിൽ KCA ടീം പ്രോബോൾസ് അനൗൺസ് ചെയ്തു, ക്യാമ്പ് വയനാട് വെച്ചു. സഞ്ജു KCA സെക്രട്ടറിക്ക് ഒരു സിമ്പിൾ മെയിൽ അയച്ചു, ഐ ആം നോട്ട് അവൈലബിൾ ഫോർ ദ ക്യാമ്പ്. റീസൺ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ടീം അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ആം അവൈലബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. KCAക്ക് സഞ്ജു ആദ്യമായിട്ടല്ലോ കേരള ടീമിൽ. സഞ്ജു അണ്ടർ 14 മുതൽ രഞ്ജി ട്രോഫി, സീനിയർ ടീം, ഇന്ത്യൻ വെൽച്ചർ പ്ലെയർ ആണ്. ഇന്ത്യൻ ടീം ഒരു ക്യാമ്പ് അനൗൺസ് ചെയ്യണം, വേൾഡ് കപ്പിന് വേണ്ടിയിട്ടോ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയോ ക്യാമ്പ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സിംഗിൾ ലൈൻ മെസ്സേജ് ആണോ അയക്കാറ്, ഐ ആം നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാണോ സെക്രട്ടറിക്ക് ഒരു പ്ലെയർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇത്ര സീനിയർ പ്ലെയർ അയക്കുന്ന ഒരു മെസ്സേജ്? അപ്പൊ അതുപോലെ റീസൺ പറഞ്ഞില്ല. ഇനി മാച്ചിന് അവൈലബിൾ എന്ന് പറയുന്നത് KCA ടീം ഡിക്ലെയർ ചെയ്തു. എന്നാണ് അവര് എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് താഴത്തെ പ്ലേയേഴ്സിന്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ക്യാമ്പ് അനൗൺസ്. സഞ്ജു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ ആയിരുന്നു, അദ്ദേഹം മാറി നിന്നു, അദ്ദേഹത്തിന് ടീമിലെടുത്തില്ല. സഞ്ജുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഇതിനു മുമ്പ് അദ്ദേഹം ജൂനിയർ ആയിരുന്ന സമയത്ത് രഞ്ജി ട്രോഫിയുടെ സമയത്ത് CCI ക്ലബിൽ നിന്ന് മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ ബാറ്റും വലിച്ചെറിഞ്ഞിട്ട് രഞ്ജി ട്രോഫി നടക്കുന്ന സമയത്ത് ആർത്തും പറയാതെ പോയി ബോംബെ ബീച്ചിലിരുന്നു. അത് KCA അദ്ദേഹത്തിന്റെ ഭാവി ഓർത്ത് മിണ്ടാണ്ടിരുന്നു. വയനാട് പണ്ടൊരു ദിവസം ക്യാമ്പ് നടന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ 1-2 സുഹൃത്ത് പ്ലേയേഴ്സുമായിട്ട് ക്യാമ്പിൽ നിന്ന് ഗുണ്ടൽപേട്ട എവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പോഴും KCA അദ്ദേഹത്തിന്റെ ഭാവി ഓർത്ത് മിണ്ടാണ്ടിരുന്നു. കൂത്താട്ടുകുളത്ത് പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPIM കൗൺസിലർ കലാരാജു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ CPIMകാർ തട്ടിക്കൊണ്ടുപോയെന്ന് കലാരാജു. കാല് വെട്ടുമെന്ന് DYFI പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തൽ. അവിശ്വാസ പ്രമേയത്തിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് കലാരാജുവിനെ CPIM നേതാക്കൾ കടത്തിക്കൊണ്ടുപോയത്. 4 മാസം മുൻപ് കലാരാജു പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ച് നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇതിൽ പരിഹാരമുണ്ടായില്ല. ഇതോടെയാണ് അവിശ്വാസത്തിൽ UDFന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നുറപ്പായപ്പോൾ CPIM നേതാക്കൾ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി. കൊണ്ടുപോയത് അതിക്രൂരമായാണെന്ന് കലാരാജു പറയുന്നു. എല്ലാവരും തന്നെ ആക്രോശിച്ചുകൊണ്ട് ചതിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട, വണ്ടിയിലേക്ക് എറിയട വണ്ടിയിലേക്ക് അങ്ങനെയെല്ലാം ആക്രോശിച്ചുകൊണ്ടാണ് ഈ സംഭവം മുഴുവൻ നടന്നത്. അവരെൻ്റെ കാല് വണ്ടി ഡോറിൻ്റെ ഇടയിൽ തിങ്ങിപ്പോയിട്ട് ഞാനത് തുറന്നു വിടാൻ പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വെട്ടി തന്നേക്കാന്നാണ് പറഞ്ഞത്. അമ്മയെ കാണാനില്ലെന്ന് മക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. പോലീസ് അന്വേഷണവും പ്രതിഷേധവും ഒരു വശത്ത് നടക്കുമ്പോൾ കലാരാജുവിനെ CPIM നേതാക്കൾ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. വൈകുന്നേരം 5 മണിയോടെ കൂത്താട്ടുകുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാക്കി നേതാക്കൾ മടങ്ങി. പോലീസ് നടപടിക്കെതിരെ ആശുപത്രിയിലും പ്രതിഷേധം. ആശുപത്രിയിൽ സുരക്ഷിതയല്ലെന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ കലാരാജുവിനെ കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. തട്ടിക്കൊണ്ടുപോകൽ പരാതിയിൽ CPIM ഏരിയ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അടക്കം കണ്ടാലറിയുന്ന 45 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 24 കൊച്ചി. കോഴിക്കോട് താമരശ്ശേരി ലഹരി മരുന്നിനടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു. അടിവാരം സ്വദേശിനി സുബൈദയാണ് കൊല്ലപ്പെട്ടത്. മകൻ ആഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു. താമരശ്ശേരി കൈതപ്പൊയിലാണ് നാടിനെ നടുക്കിയ സംഭവം. അടിവാരം 30 ഏക്കർ സ്വദേശിനി കായ്ക്കൽ സുബൈദയാണ് കൊല്ലപ്പെട്ടത്. മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ബംഗളൂരുവിലെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടെ മാതാവിനെ കാണാനെത്തിയപ്പോഴാണ് ക്രൂര കൊലപാതകം.
ബ്രെയിൻ ട്യൂമറിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് സഹോദരിയുടെ പുതുപ്പാടിയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു 53-കാരിയായ സുബൈദ. ഈ വീട്ടിലെത്തിയാണ് ആഷിഖ് കൊലപാതകം നടത്തിയത്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങിയ ആഷിഖ് സുബൈദയെ ആക്രമിക്കുകയായിരുന്നു. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉള്ളിൽ ആത്തേനെ വെട്ടിയുണ്ട് കുടിവെള്ളം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വാതിൽ തുറക്കുന്നില്ലായിരുന്നു, ഉള്ളിലായിരുന്നു. കത്തിയും കൊണ്ട് പുറത്തേക്ക് വന്ന് ആർക്കാ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിന് അടുത്ത് കത്തിയും കഴുകി കത്തി അവിടെ വെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിലടയ്ക്കുകയാണ് ചെയ്തത്. സുബൈദയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 കോഴിക്കോട്. എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം ഉടൻ നൽകുമെന്ന് എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന. പ്രതി ഋതു ജയന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. ആശുപത്രിയിലുള്ള ജിതിന് ചികിത്സാ സഹായം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കുടുംബാംഗങ്ങളെ മന്ത്രി പി രാജീവ് സന്ദർശിച്ചു. 37 ദിവസം കൊണ്ടാണ് ആലുവയിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. സമാന വേഗതയിൽ അന്വേഷണം പൂർത്തിയാക്കി ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് നീക്കം. ഇതിനകം നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. ഈ സ്പെഷ്യൽ ടീമിൽ 3 ഡിവൈഎസ്പിമാരെ ഓഫീസറുണ്ട്. പിന്നെ ടോട്ടൽ 17 പേരുണ്ട്. എല്ലാ സയന്റിഫിക് എക്സ്പേർട്സ്, സൈബർ എക്സ്പേർട്സ് എല്ലാവരും ഉണ്ട്. എല്ലാ ആംഗിൾസ് വിശദമായി അന്വേഷിക്കും. ഉടൻ തന്നെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യും. ഉടൻ തന്നെ നമ്മൾ മാക്സിമം ശിക്ഷ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എഫേർട്സ് എടുക്കും. ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ തുടരുന്ന ജിതിൻ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. തുടർ ചികിത്സയ്ക്ക് ഇനിയും പണം വേണം. കുടുംബത്തിന് സഹായം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുട്ടികളുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഗവൺമെന്റുമായിട്ട് സംസാരിക്കും. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കും. എന്നിട്ട് ഗവൺമെന്റിൽ നിന്നുള്ള സഹായം പരമാവധി വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അല്ലാതെ കുട്ടികളെ പൂർണ്ണമായി നമ്മൾ സംരക്ഷിക്കും. പ്രതി ഋതു ജയനെ കസ്റ്റഡിയിൽ ലഭിക്കാനായി പോലീസ് നൽകിയ അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. ഇതിനുശേഷം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഏറെ നാളായി നിലനിന്നിരുന്ന അയൽത്തർക്കം കൂട്ടക്കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. കൊടുംകുറ്റവാളിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ പഴുതടച്ചുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിക്കും. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ ചേർത്തുപിടിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. ശിക്ഷാവിധി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെന്ന് ഗ്രീഷ്മ കോടതിയെ അറിയിച്ചു. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു വാദം ആരംഭിച്ചപ്പോൾ കോടതിയുടെ ആദ്യ ചോദ്യം. തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നുവെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നും എഴുതി തയ്യാറാക്കിയ കത്ത് ഗ്രീഷ്മ കോടതിക്ക് നൽകി. 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മയുടെ അഭ്യർത്ഥന. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ചെറുപ്പക്കാരന്റെ സ്നേഹത്തെ ഗ്രീഷ്മ കൊലപ്പെടുത്തി. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവം. വിദ്യാഭ്യാസ അറിവ് കൊലപാതകത്തിന് ഉപയോഗിച്ചെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ. വളരെ കൃത്യമായിട്ടുള്ള തെളിവ്, സാഹചര്യ തെളിവുണ്ടെങ്കിൽ അത് വച്ച് വധശിക്ഷ വിധിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയുന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല എന്നും കൂടെ സുപ്രീം കോടതി പറഞ്ഞു. ആ ഒരു റൂളിംഗും കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്നും പുറത്തുകടക്കാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെ ഷാരോൺ സൂക്ഷിച്ച് പിന്തുടർന്ന് ബ്ലാക്ക്മെയിൽ ചെയ്തു. തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന് ഷാരോണിന് വാശിയുണ്ടായിരുന്നു. ഒരു സ്ത്രീ സഹിക്കാൻ കഴിയുന്നതിനപ്പുറം ഗ്രീഷ്മ സഹിച്ചുവെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതിഭാഗം വാദിച്ചു. ശിക്ഷാവിധിയിൽ ഇരുഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. 24 തിരുവനന്തപുരം. രാജ്യത്തെ ഞെട്ടിച്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗക്കൊല്ലിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരൻ. സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച കൊൽക്കത്ത സിയാൽദ കോടതി വിധിക്കും. വിശ്വാസം കാത്തതിന് കോടതിക്ക് നന്ദിയെന്ന് വനിതാ ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു. സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടയാക്കിയ കേസിലാണ് കൊൽക്കത്ത സിയാൽദ കോടതിയുടെ വിധി. പ്രതി സഞ്ജയ് റോയ് 31-കാരിയായ ജൂനിയർ ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും തെളിഞ്ഞെന്ന് കോടതി. ഫോറൻസിക് തെളിവുകൾ പ്രതിക്കെതിരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനായി. അതേസമയം കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതി ആവർത്തിച്ചു. ഒരു IPS ഉദ്യോഗസ്ഥനും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും പ്രതി ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച പ്രതിഭാഗത്തിന്റെ അടക്കം വാദം കേട്ട ശേഷം കോടതി
ശിക്ഷ വിധിക്കും. വിശ്വാസം കാത്തതിന് നന്ദിയെന്ന് ഡോക്ടറുടെ പിതാവ്. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ 3-ാം നിലയിലെ സെമിനാർ ഹാളിൽ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കും ആശുപത്രികളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ തലത്തിൽ കർമ്മസമിതി രൂപീകരിക്കുന്നതിനും സംഭവം വഴിവെച്ചു. 24 ഡൽഹി. പാലക്കാട് മണ്ണാർക്കാട് നബീസ വധക്കേസിൽ കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. കൊച്ചുമകൻ ബഷീറിനെയും ഭാര്യ ഫസീലയെയുമാണ് മണ്ണാർക്കാട് കോടതി ശിക്ഷിച്ചത്. ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായി. കൊലപാതകം നടന്ന 9 വർഷങ്ങൾ, 1 വർഷം നീണ്ടുനിന്ന വാദപ്രതിവാദം, മനസാക്ഷിയെ ഞെട്ടിച്ച നബീസ വധക്കേസിൽ ശിക്ഷാവിധിയായി. നബീസയുടെ പേരമകനും 1-ാം പ്രതിയുമായ ബഷീറിനും ഭാര്യ ഫസീലയ്ക്കും ജീവപര്യന്തം ജയിൽ ശിക്ഷ. 2 ലക്ഷം രൂപ വീതം പിഴയൊടുക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം അധിക തടവ് അനുഭവിക്കണം. തെളിവ് നശിപ്പിച്ചതിന് ബഷീറിന് 7 വർഷം തടവും 25,000 രൂപ പിഴയും കൂടി മണ്ണാർക്കാട് SC/ST ജില്ലാ പ്രത്യേക കോടതി വിധിച്ചു. പിഴത്തുക നബീസയുടെ സംരക്ഷണത്തിലായിരുന്ന സംസാരശേഷിയില്ലാത്ത മകൾക്ക് നൽകണം. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷനെ സഹായിച്ചത് ശാസ്ത്രീയ തെളിവുകളാണ്. പ്രധാന വാദമുണ്ടായിരുന്നത് ഇത് ആത്മഹത്യയാണെന്നാണ്. ഈ ഒരു വ്യാജമായ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും ഈ പ്രതികൾ എഴുതി ചേർത്തിരുന്നു. സ്വയം വിഷം കഴിച്ചതല്ലെന്നും ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് പോയ്സൺ ആണെന്നും കോടതിക്ക് കാണാൻ കഴിഞ്ഞു. 9 വർഷത്തെ നിയമ പോരാട്ടത്തിൽ നീതി ലഭിച്ചുവെന്ന് നബീസയുടെ കുടുംബം 24-നോട്. ഇതിന്റെ മുന്നിൽ തന്നെ അവന് വല്യമ്മാനെ അവർക്ക് അധികം കണ്ടുകൂടാ അവർക്ക് അധികം. അപ്പം നമുക്കറിയായിരുന്നു ഇതിന്റെ ബാക്കിൽ ഇവനും ഇവളും ആയിരിക്കും എന്നുള്ളത് അറിയായിരുന്നു. പിന്നുള്ളതാണ് ആ കത്ത് കിട്ടിയപ്പോൾ പൂർണ്ണമായി നമുക്ക്. പിന്നീടാണ് നമ്മൾ ഇതിലേക്ക് മൂവ് ആയത്. ഇവരെന്തായാലും ഇത് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. 2016 ജൂൺ 24-നാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നബീസയെ നിർബന്ധിച്ച് വിഷം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് നായാടിപ്പാറയിൽ മൃതദേഹം ഉപേക്ഷിച്ചു. ഫസീലയ്ക്ക് നബീസയോടുള്ള വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത്. എഴുത്തും വായനയും അറിയാതിരുന്ന നബീസയുടെ പേരിൽ പ്രതികളുണ്ടാക്കിയ വ്യാജ ആത്മഹത്യാക്കുറിപ്പ് ഈ കേസ് തെളിയിക്കുന്നതിൽ വഴിത്തിരിവായി നിർണായകമായി. ഇനി ജയിലിലേക്ക്. അർഷകനൊപ്പം വിപിൻ സി വിജയൻ, 24 മണ്ണാർക്കാട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസം. പ്രതികളായ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർക്ക് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. DCC ട്രഷറർ NM വിജയൻ, മകൻ ജിജേഷ് എന്നിവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുറിപ്പ് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവർക്കെതിരെ ചുമത്തിയത്. കൽപ്പറ്റ സെഷൻസ് കോടതി 3 പേർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. കേസിൽ നിരപരാധിയാണെന്ന് IC ബാലകൃഷ്ണൻ MLA. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയമാക്കി മാറ്റിയെന്ന എൻ്റെ ജനകീയത ചില വ്യക്തികൾക്കും ചില രാഷ്ട്രീയ പാർട്ടിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ രാഷ്ട്രീയമായി എൻ്റെ ജനകീയത്വം തകർക്കുന്നതിന് വേണ്ടി ഇത്തരം നിലപാടുകളും ഇത്തരം ആരോപണമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകണം, സാക്ഷികളെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കേസ് പൂർണ്ണമായും എഴുതിത്തള്ളാൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. ശ്രീ NM വിജയൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ സൂചനകൾ ആ കത്തിലുണ്ട്. എന്നാൽ ആ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരു കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് IC ബാലകൃഷ്ണനെതിരെ ഒരു കളവായ കേസ് നിർമ്മിച്ചെടുക്കാനാണ് പോലീസും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളും ശ്രമിച്ചത്. IC ബാലകൃഷ്ണന്റെ രാജി, കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് എന്നിവ ആവശ്യപ്പെട്ട് CPIM വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും സമരം തുടരാനാണ് CPIMന്റെ തീരുമാനം. നിലവിൽ ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷണം നടത്തുന്നുണ്ട്. 24 വയനാട്. പാലക്കാട് കഞ്ചിക്കോട് വൻകിട വിദേശമദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ സർക്കാരിനെതിരെ ആരോപണങ്ങൾ കടുപ്പിച്ച് പ്രതിപക്ഷം. എക്സൈസ് മന്ത്രി MB രാജേഷ് കമ്പനിയുടെ മാനേജറെ പോലെ സംസാരിക്കുന്നെന്നും ഭരണം തീരുന്നതിന് മുമ്പുള്ള കടുംവെട്ടാണെന്നുമാണ് വിമർശനം. പ്രതിപക്ഷം അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നുവെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ മറുപടി. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എഥനോൾ മൾട്ടിഫീഡ് ഡിസ്റ്റേഷൻ യൂണിറ്റ് അടക്കമുള്ള സ്ഥാപിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നാണ് പുറത്തു വന്നത്.
4 ഘട്ടമായി 600 കോടി രൂപ മുതൽ മുടക്കിലാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മദ്യനിർമ്മാണശാലയും ബ്രൂവറിയും സ്ഥാപിക്കുക. കമ്പനിക്ക് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കമ്പനിയുടെ പ്രൊപ്പഗാൻഡ മാനേജരെ പോലെയാണ് മന്ത്രി സംസാരിച്ചത്. കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ആ ആരോപണത്തിന് മറുപടി പറയാതെ കോൺഗ്രസിൽ ഞാൻ രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമെന്ന് പറഞ്ഞു. ബ്രൂവറിക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തു. അതിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും അതിശക്തമായ നിലപാട് തിരിച്ചു വന്നപ്പെടുത്തു. അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും. മുഖ്യമന്ത്രിക്കും തീരുമാനത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഇത് മാർക്സിസ്റ്റ് പാർട്ടി വൻതോതിൽ പണമുണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് ഇത് കാണുന്നത്. എന്നും എക്സൈസ് വകുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവപ്പശുവാണ്. ഇപ്പോഴും അതിനു വേണ്ടി വിനിയോഗിക്കുകയാണ്. പ്രതിപക്ഷം അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതാണ് ഭരണമുന്നണിയുടെ മറുപടി. ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുദ്ദേശിക്കുന്നത് അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 24 തിരുവനന്തപുരം. പാലക്കാട് കഞ്ചിക്കോട് വൻകിട വിദേശ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാൻ സർക്കാർ പരിഗണിച്ചത് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട്. എന്നാൽ അനുമതിക്ക് മുമ്പ് ടെൻഡർ വിളിക്കാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട്, കേസിൽപ്പെട്ട കമ്പനിയുടെ പശ്ചാത്തലം നോക്കാതിരുന്നത് എന്തുകൊണ്ട് തുടങ്ങിയ നിർണായക ചോദ്യങ്ങളാണ് സർക്കാരിന് നേരെ ഉയരുന്നത്. മദ്യനിർമ്മാണശാലയും ബോട്ടിലിംഗ് പ്ലാന്റും ബ്രൂവറിയും സ്ഥാപിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 2 കൊല്ലം മുമ്പാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എക്സൈസ് വകുപ്പിനെ സമീപിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അപേക്ഷ പരിശോധിച്ച എക്സൈസ് കമ്മീഷണർ അനുകൂല റിപ്പോർട്ട് നൽകിയതോടെയാണ് പ്രാരംഭാനുമതി നൽകുന്നതിന് കളമൊരുങ്ങുന്നത്. 2024 ഫെബ്രുവരി 6 ഒയാസിസ് കമ്പനിയുടെ സമാന പദ്ധതികളുള്ള പരിചയസമ്പത്തും സാങ്കേതിക വൈദഗ്ധ്യവും പദ്ധതി വന്നാൽ ഉണ്ടാകാവുന്ന തൊഴിൽ സാധ്യതയും ചൂണ്ടിക്കാട്ടി എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകുന്നത്. അതും കഴിഞ്ഞ് 1 വർഷമാകുമ്പോഴാണ് പ്രാരംഭാനുമതി കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത്. ഇതാണ് സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയരാൻ കാരണം. അടിയന്തര സ്വഭാവത്തിൽ കൈകാര്യം ചെയ്ത വിഷയമല്ലെന്നിരിക്കെ എന്തുകൊണ്ട് പദ്ധതിക്ക് ടെൻഡർ വിളിച്ചില്ല? കേസിൽപ്പെട്ട കമ്പനിയെ എങ്ങനെയാണ് പരിഗണിച്ചത്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണോ അനുമതി നൽകിയത്? ഇതൊക്കെയാണ് സർക്കാരിന് നേരെ ഉയർന്ന ചോദ്യങ്ങൾ. കൊക്കക്കോള കമ്പനിയെ പൂട്ടിക്കാൻ സമരം ചെയ്ത മുന്നണിയാണ് അതേ മേഖലയിൽ ജല ഉപയോഗം കൂടുതൽ ഉള്ള പദ്ധതിയുമായി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്ലാച്ചിമടയിലെ കൊക്കക്കോള യൂണിറ്റിനെതിരെ ശക്തമായിട്ടുള്ള സമരം നയിച്ചവരുടെ ഒരു നേതാവാണ് MP വീരേന്ദ്രകുമാർ. അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ ശ്രേയംസ് കുമാറിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അതുപോലെ കൃഷ്ണൻകുട്ടി ഇത് പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം നയിച്ച ആളാണ്. ഇവരൊക്കെ അധികാരത്തിലുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു കടുംവെട്ടിന് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. സർക്കാർ അവസാന വർഷത്തേക്ക് കടക്കുമ്പോൾ എടുത്ത തീരുമാനത്തിൽ സുതാര്യതയില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഈ ആരോപണങ്ങൾ നിയമസഭാ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കാനാണ് സാധ്യത. പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ എക്സൈസ് മന്ത്രി MP രാജേഷാണ് ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടത്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.